എനിക്ക് അവിടെ പോകേണ്ടി വരും. നിനക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. ചെയ്യേണ്ടി വരും എന്ന് പറയാൻ ഇംഗ്ലീഷിൽ വിൽ ഹൗ ടു ആണ് യൂസ് ചെയ്യുക. വിൽ ഹൗ ടു. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്: സബ്ജക്റ്റ് വിൽ ഹൗ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ എനിക്ക് ചെയ്യേണ്ടി വരും എന്ന് പറയാൻ സബ്ജക്റ്റ് ഐ, വിൽ ഹൗ ടു, അതിനുശേഷം ചെയ്യുക ഡു. സോ ഐ വിൽ ഹൗ ടു ഡു. എനിക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ. ഇനി എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ ഐ വിൽ ഹൗ ടു ഗോ ദർ. എനിക്ക് അവിടെ പോകേണ്ടി വരും. എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വരും. നിനക്ക് ഇങ്ങോട്ട് ഇനിയും വരേണ്ടി വരും. നിനക്ക് ഇങ്ങോട്ട് ഇനിയും വരേണ്ടി വരും. യു വിൽ ഹാവ് ടു കം ഹിയർ അഗെയിൻ. യു വിൽ ഹാവ് ടു കം ഹിയർ അഗെയിൻ. നമുക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. വി വിൽ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. വി വിൽ ഹാവ് ടു മേക്ക് എ ഡിസിഷൻ. ആണെങ്കിൽ നിനക്ക് അവരോട് സംസാരിക്കേണ്ടി വരും. എങ്ങനെ പറയും?